മനസ്സിലായി, തീർച്ചയായിട്ടും മനസ്സിലായി. അതിനകത്ത് നമ്മൾ കേട്ട ഒരു കാര്യം എന്ന് വെച്ചാല് എപ്പോഴും ഈ പ്രോഗ്രാമിനെ കുറിച്ച് കേട്ടിരുന്നെങ്കിലും സാറ് പറഞ്ഞ ഓരോ വാക്കുകളും വളരെ അർത്ഥം ഉണ്ടെന്ന് മനസ്സിലായി. അതില് നമ്മള് ഒരു ടീം ബിൽഡിങ്ങിന് മാത്രമല്ല, ഈ ടീം ബിൽഡ് ചെയ്യണമെങ്കിൽ തന്നെ നമ്മൾ ഇതിലേക്ക് ഇൻവോൾവ് ആവണമെന്ന് മനസ്സിലായി. അപ്പൊ അതൊരു ആ ഒരു പ്രോഗ്രാമിൽ നിന്ന് കിട്ടിയിട്ടുള്ള ഒരു റിയലൈസേഷൻ ആയിട്ട് നമുക്ക് എടുക്കാം അല്ലെ? ശരിയല്ലേ? കാരണം ഞാനിത് പ്രത്യേകം എടുത്ത് ചോദിക്കാൻ കാരണം എന്ന് വെച്ചാൽ ഞാൻ മോർണിംഗ് പ്രോഗ്രാമിൽ റെഗുലർ അല്ല എന്നുള്ളത് നിങ്ങൾ തുറന്നു പറഞ്ഞുകൊണ്ടാണ് സ്റ്റാർട്ട് ചെയ്തത് തന്നെ. അപ്പൊ അങ്ങനെയുള്ള ഒരു വ്യക്തിയെ സംബന്ധിച്ച് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ആ ഒരു പ്രോഗ്രാം ഒരു ഐ ഓപ്പണിംഗ് പ്രോഗ്രാം ആണ്. ശരിയല്ലേ? തീർച്ചയായിട്ടും. ഓക്കെ, അപ്പൊ അതിന്റെ ഒരു റിഫ്ലക്ഷൻ ഇനിയുള്ള ദിവസങ്ങളിൽ ചെയ്ത് കാണിക്കാം, അത്രേ പറയാനുള്ളൂ. അപ്പൊ അതിന്റെ മാറ്റങ്ങളൊക്കെ നമുക്ക് അടുത്ത ദിവസങ്ങളിൽ നിങ്ങളുടെ പെർഫോമൻസിലും അതുപോലെ നിങ്ങളുടെ കൂടെ വരുന്ന ആൾക്കാർ ഇതിൽ കൂടുതൽ ഇൻവോൾവ് ചെയ്ത് കൂടുതൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ട് അത് കാണിക്കുക. അത്രമാത്രമാണ് ആ ഒരു പാർട്ടിനെ സംബന്ധിച്ച് ചെയ്യാനുള്ളത്. ഓക്കെ, നെക്സ്റ്റ് നമ്മുടെ ഉണ്ണീഷ് സാറിന്റെ പ്രോഗ്രാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ വിലയിരുത്താനും നമുക്ക് പറ്റില്ല. കാരണം എന്താ വെച്ചാൽ അത് എന്ത് പറഞ്ഞാലും അതുക്ക് മേലെ എന്ന് പറയുന്ന രീതിയിലുള്ള ഒരു പെർഫോമൻസ് ആണ് സാർ എന്ന് നമുക്ക് കാഴ്ചവെച്ചിട്ടുള്ളത്. ഞാൻ ഇപ്പൊ നിങ്ങളുടെ അടുത്ത് ചോദിക്കുന്നത്, നിങ്ങൾ ഓൾറെഡി സാറിന്റെ ഒരു 3 day വർക്ക്ഷോപ്പ് നിങ്ങൾ അറ്റൻഡ് ചെയ്തിട്ടുള്ള ആളാണ്. യെസ് പറഞ്ഞോ? അതെ. ഓക്കെ, അപ്പൊ 3 day വർക്ക്ഷോപ്പ് അറ്റൻഡ് ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയെ സംബന്ധിച്ച് പറഞ്ഞു കഴിഞ്ഞാല് അന്നത്തെ പ്രോഗ്രാം ഒരു ക്യാപ്സ്യൂൾ രൂപത്തിലാണ് നമുക്ക് എല്ലാവർക്കും കിട്ടിയിട്ടുള്ളത്. അതെ. അപ്പൊ അത് അന്നത്തെ 3 day പ്രോഗ്രാമിൽ നിന്ന് കിട്ടിയിട്ടുള്ള അതിനെ നമുക്കൊരു ക്യാപ്സ്യൂൾ രൂപത്തിൽ കിട്ടിയപ്പോ ഒരു നമുക്കൊന്ന് റിമൈൻഡർ പ്രോഗ്രാം പോലെ നിങ്ങൾക്ക് ഫീൽ ചെയ്യാൻ പറ്റിയോ ഇല്ല? റിമൈൻഡർ മാത്രമല്ല, സാറ് പറഞ്ഞ് അതിനകത്ത് സ്ട്രൈക്ക് ചെയ്തൊരു കാര്യം എന്ന് വെച്ചാല് നമ്മൾ പലപ്പോഴും ഒരു വ്യക്തിയെ കാണുമ്പോ നമ്മള് നമുക്ക് ആളെ പ്രയോജനം ഉണ്ടോ എന്നുള്ളത് നമ്മൾ നോക്കാറുണ്ടെങ്കിലും നമുക്കത് ക്രൗണിലേക്ക് പെട്ടെന്ന് ആക്കാൻ പറ്റുമോ എന്നുള്ളൊരു ക്രൈറ്റീരിയ സെലക്ഷന്റെ അരിപ്പയില് വളരെയധികം ഹെൽപ്പ് ചെയ്തു. അതാണ് എനിക്ക് അതിനകത്ത് സ്ട്രൈക്ക് ചെയ്തത്. ഓക്കെ. അപ്പൊ ഇനി എന്തായാലും ഉണ്ണീഷ് സാറിന്റെ പ്രോഗ്രാം നിങ്ങൾക്ക് ഒന്നും കൂടെ അറ്റൻഡ് ചെയ്യാനായിട്ട് സാധിച്ചപ്പോ, അതായത് 3 day പ്രോഗ്രാം അറ്റൻഡ് ചെയ്തിട്ടുള്ള ഒരാളെ സംബന്ധിച്ച് പറഞ്ഞാൽ സാറ് 3 ദിവസം പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്, ഇനിയിപ്പോ അതിൽ വിട്ടിട്ട് ഇപ്പൊ എന്താണ് ഇവിടെ പറയാൻ പോണേ എന്നൊക്കെ ഒരു ചിന്ത നമ്മുടെ മനസ്സിലുണ്ടാവാം. പക്ഷെ അങ്ങനെ നോക്കുകയാണെങ്കിൽ നമുക്ക് അതിൽ നിന്ന് വിട്ടിട്ട് അല്ലെങ്കിൽ സ്ട്രൈക്ക് ചെയ്യാനുള്ള ഈ ഒരു ഇതുപോലെയുള്ള പോയിന്റ്സ് നമുക്ക് കിട്ടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിയല്ലേ? തീർച്ചയായിട്ടും. സാർ ആ കണക്ക് പറഞ്ഞല്ലോ, അത് സാർ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. കണക്ക് പറഞ്ഞെന്ന് വെച്ചാല് ശമ്പളം മേടിക്കുന്ന ഒരാളെ സംബന്ധിച്ചോളം 15 വർഷം അല്ലെങ്കിൽ 30 മാസോ ഒരു ശമ്പളം മേടിക്കുന്ന ഒരാൾ 50,000 രൂപ മേടിക്കുന്ന ആളും നമ്മള് 1 രൂപയിൽ നിന്ന് ലാഭം തുടങ്ങി നമ്മുടെ കൂടെ വരുന്ന ഒരാൾക്ക് ഇതേപോലെ 1 രൂപ ലാഭം ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ ആ 30 മാസം കൊണ്ട് കിട്ടുന്ന ലിവറേജിനെ കുറിച്ചാണ് അദ്ദേഹം സംസാരിച്ചത്. അത് നല്ലൊരു ഡിസ്കഷൻ പോയിന്റ് ആയിരുന്നു. സാങ്കല്പികമാണെങ്കിൽ പോലും അതിന്റെ ഒരു 1% നമ്മൾ എത്തിയാൽ മതി എന്നാണ് ലാസ്റ്റ് പറഞ്ഞത്. 100% വേണ്ട, 50% വേണ്ട, 10% വേണ്ട, അതിൽ 1% കിട്ടിയാലും കോടികളുടെ കണക്കാണ് അതിനകത്ത്. അപ്പൊ ആ ഒരു ടോപ്പിക് നന്നായിട്ട് സ്ട്രൈക്ക് ചെയ്തു. ലിവറേജിലേക്ക് ആണ് നമ്മൾ ചിന്തിക്കണമെങ്കിൽ ഉണ്ണീഷ് സാറിന്റെ ക്ലാസ് ആക്ച്വലി ഗംഭീരമായി. ഓക്കെ, അപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ണീഷ് സാറ് വേറെ ലെവലിലാണ് അന്ന് പ്രോഗ്രാം ചെയ്തിട്ടുണ്ടായിരുന്നത്. കാരണം നമ്മുടെ ഓഡിയൻസും നമ്മുടെ ലീഡേഴ്സും എല്ലാവരും ആ തരത്തിൽ അദ്ദേഹത്തിൽ നിന്ന് മാക്സിമം പെർഫോമൻസ് പുറത്തു വരാവുന്ന വിധത്തിൽ നമ്മളതിനെ എന്താ പറയാ, അങ്ങനെ ആകാംക്ഷയോടുകൂടി അല്ലെങ്കിൽ എന്താ പറയാ അത്രയും എന്താ പറയാ വിശക്കുന്ന കുട്ടിക്ക് മുമ്പിൽ നമ്മള് ഭക്ഷണം കൊടുക്കുന്ന ആ രീതിയിലായിരുന്നു ഉണ്ണീഷ് സാറിന്റെ പെർഫോമൻസ്. അപ്പൊ അത് നമുക്ക് വളരെ ഉപകാരപ്പെട്ടു. എനിവേ, ഞാൻ പറഞ്ഞു വന്ന വിഷയം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാല്, ഇപ്പൊ നമ്മളെ സംബന്ധിച്ച് പറഞ്ഞാൽ വിന്നിംഗ് ടീമിന്റെ ഒരു പ്രോഗ്രാം ഉണ്ട്. ഞാൻ എന്റെ ഒരു കാഴ്ചപ്പാട് പറയുകയാണെങ്കിൽ വിന്നിംഗ് ടീമിന്റെ ഒരു പ്രോഗ്രാം ഉണ്ടെങ്കിൽ ഞാൻ എപ്പോഴും പറയാറുണ്ട്, ചെണ്ടപ്പുറത്ത് പോലെ വെക്കുന്നുണ്ടെങ്കിൽ ഞാൻ അവിടെ മുമ്പിൽ ഉണ്ടാവും എന്ന് പറയുന്ന പോലെ വിന്നിംഗ് ടീമിന്റെ ഒരു പ്രോഗ്രാം ഉണ്ടെങ്കിൽ ഞാൻ അവിടെ മുമ്പിൽ ഉണ്ടായിരിക്കും, എന്റെ കൂടെ ആൾക്കാരും കൂടെ ഉണ്ടാവും എന്നുള്ളൊരു തീരുമാനം എടുക്കാൻ ഒന്നും കൂടി ഉറപ്പിക്കാനായിട്ട് അന്നത്തെ പ്രോഗ്രാം നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു. തീർച്ചയായിട്ടും. നമ്മളിപ്പോ ഏതൊരു പ്രോഗ്രാം എടുക്കുമ്പോഴും ഞാൻ പലപ്പോഴും സ്കിപ്പ് ചെയ്തിട്ടുണ്ട്, ഞാൻ വന്നിട്ടില്ല. അപ്പൊ അതിനുശേഷം ഞാൻ തീരുമാനം എടുത്തിട്ടുണ്ട്. കാരണം എന്താ വെച്ചാല് എല്ലാത്തിലും വാല്യൂ അഡീഷൻ ഉണ്ടെന്ന് നമുക്ക് മനസ്സിലായി. കാരണം ക്വാളിറ്റി മെറ്റീരിയലും ക്വാളിറ്റി ലീഡേഴ്സുമാണ് സംസാരിക്കുന്നത്. അതേപോലെ വെറുതെ ഒരാൾ വന്ന് സംസാരിക്കും.
പ്രൂവ് ചെയ്തിട്ടുള്ള ആൾക്കാരെ മാത്രമാണ്. സാറാണെങ്കിലും ഉണ്ണീഷ് സാറാണെങ്കിലും മറ്റേ CEP നടത്തിയ സാറാണെങ്കിലും എല്ലാവരും അവരുടേതായ ഒരു ദിശ അവർ കൊണ്ടുവന്നു. അപ്പൊ അങ്ങനെ ആക്ച്വലി ഏതൊരു മീറ്റിങ്ങിനും നമ്മൾക്ക് വാല്യൂ അഡീഷൻ ഉണ്ടെന്നുള്ളത് തീർച്ചയാണ്. ഓക്കെ, നമുക്ക് ഈ സമയം ഏകദേശം ആയതുകൊണ്ടാണ് 2 പോയിന്റ് കൂടെ പറയാനുണ്ട്. ഒന്ന്, അന്ന് EDS പ്രോഗ്രാമിനെ സംബന്ധിച്ച് ഒരു ലീഡേഴ്സിന് ടിക്കറ്റ് ഒക്കെ കൈമാറുന്ന ഒരു പാർട്ടുണ്ടായിരുന്നു ഭരതന്റെ സെലക്ഷന് ശേഷം. അപ്പൊ ആ ഒരു പ്രോഗ്രാം, അതായത് അത് നിങ്ങൾ എങ്ങനെ വിലയിരുത്തുന്നു? അതായത് EDS പ്രോഗ്രാം നിങ്ങൾ എങ്ങനെ യൂട്ടിലൈസ്? ഞാൻ ആ സമയത്ത് എനിക്ക് EDSന്റെ എന്റെ ഫങ്ഷനാലിറ്റി എനിക്ക് മുഴുവനും മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല. എന്നിരുന്നാലും എനിക്കൊരു കാര്യം മനസ്സിലായത് നമ്മുടെ ഒരു പ്രോഗ്രാം ആണ് എന്ന് മനസ്സിലായി. അപ്പൊ അതിലേക്ക് ശരിക്കും പറഞ്ഞ നമ്മുടെ രാവിലത്തെ മിറക്കിൾ മോർണിംഗ് പോലെ തന്നെ നമ്മളൊരു 10 പേര് അതിനകത്തേക്ക് കൊണ്ടുവരികയാണെങ്കിൽ അതിലേക്ക് അവര് അറിയിക്കാൻ ഏറ്റവും നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആയിട്ടാണ് ഞാൻ കാണുന്നത്. അപ്പൊ അത് തീർച്ചയായിട്ടും അതിന്റെ ഒരു 10 പേര് അതിലേക്ക് വരും എന്നുള്ള ഒരു പൂർണ്ണ വിശ്വാസത്തിൽ പണി തുടങ്ങി അതിനുള്ള നീക്കത്തിലാണ്. വെരി ഗുഡ്. ലാസ്റ്റ് പോയിന്റ് ഇപ്പൊ ഇന്ന് അരുണിനെ ഈ ഒരു ഹോട്ട് സീറ്റിൽ സംസാരിക്കാനായിട്ട് ഉണ്ണീഷ് സാർ സ്പെഷ്യലായിട്ട് റെക്കമെൻഡ് ചെയ്തിട്ടാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. വന്ന് 19ഓളം പേര് പങ്കെടുത്തായിരുന്നല്ലോ. അപ്പൊ അതിൽ നിന്ന് നിങ്ങളെ 2 പേരെ മാത്രം റീനി മാഡത്തിനെ ആൻഡ്രു മാഷ് റെക്കമെൻഡ് ചെയ്തിട്ടാണ് ഇപ്പൊ ഇതിലേക്ക് സെലക്ട് ചെയ്തത്. അതുപോലെ തന്നെ നിങ്ങളെ സെലക്ട് ചെയ്തിട്ടുള്ളത് ഉണ്ണീഷ് സാർ റെക്കമെൻഡ് ചെയ്തിട്ടാണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഉണ്ണീഷ് സാറ് പറഞ്ഞത് ഈ മാസം ഈ ഒരു 2-3 പ്രോഗ്രാം കൊണ്ട് തന്നെ, ഇപ്പൊ PG പ്രോഗ്രാം, ഈ പ്രോഗ്രാം ഒക്കെ കൊണ്ട് എന്തായാലും നമ്മുടെ അരുൺ തീരുമാനം എടുത്തിട്ടുണ്ട്. ആ തീരുമാനം ഒന്ന് ഉറപ്പിക്കാനും അതൊന്ന് ഡിക്ലെയർ ചെയ്യാനും ഒരു അവസരം കൊടുക്കണം എന്നാണ് എന്റെ അടുത്ത് പറഞ്ഞത്. എന്ത് പറയുന്നു? തീർച്ചയായിട്ടും ഈ മാസം തന്നെ നമ്മുടെ ഫസ്റ്റ് ഗോള് നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. ആ ഗോളിലേക്ക് നമ്മൾ എത്തും. നമ്മുടെ ഫസ്റ്റ് മൈൽ സ്റ്റോൺ എന്ന് പറയുന്നത് നമ്മുടെ ബ്രോൺസ് കാറ്റഗറിയാണ്. ഞാൻ 3 months ഞാൻ നെക്സ്റ്റ് ഒരു ഗോൾ ഇട്ടിട്ടുണ്ട് വിത്ത് LOB സിൽവർ അടിക്കണമെന്നാണ്. അപ്പൊ ഇതാണ് എന്റെ ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ഗോൾ. ഓക്കെ, വെരി ഗുഡ്. അപ്പൊ എന്തായാലും അത് ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. ഉണ്ണികൃഷ്ണ സാർ എന്താണ് ഇന്നത്തെ പ്രോഗ്രാമിൽ നിങ്ങളെ സെലക്ട് ചെയ്ത് ഉദ്ദേശിച്ചത് അതുകൂടെ ഞാൻ നടപ്പാക്കിയിട്ടുണ്ട്, ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. അപ്പൊ എന്തായാലും വളരെ സന്തോഷം. നമ്മൾ സ്പെഷ്യൽ ആയിട്ടുള്ള കൺഗ്രാജുലേഷൻ, അഡ്വാൻസ് കൺഗ്രാജുലേഷൻ. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഇനി പെർഫോം ചെയ്തിട്ട് അടുത്ത മാസം ഇതുപോലൊരു അവസരം കിട്ടുകയാണെങ്കിൽ അപ്പൊ പറയാനുള്ളത് കുറച്ച് പോയിന്റുകൾ ഉണ്ട്. കാരണം പെർഫോം ചെയ്ത് കഴിയുമ്പോൾ കുറെ കാര്യങ്ങൾ നമുക്ക് പറയാനുണ്ടാവും. അപ്പൊ ആയതുകൊണ്ട് തന്നെ പെർഫോം ചെയ്തുകൊണ്ട് അടുത്ത പ്രോഗ്രാമില് അവസരം കിട്ടുകയാണെങ്കിൽ പറയാനായിട്ടുള്ള ഒരു തീരുമാനം എടുത്തുകൊണ്ട് വരിക, അതിനുള്ള കാര്യങ്ങൾ ചെയ്യുക. എന്തായാലും വളരെ സന്തോഷം സമയം ഞങ്ങളുടെ കൂടെ സ്പെൻഡ് ചെയ്തതിന്. ഈ ഓപ്പർച്യൂണിറ്റി തന്ന ഉണ്ണീഷ് സാറിനും ഞാൻ നന്ദി പറയുന്നു. കൂട്ടത്തിൽ വിന്നിംഗ് ടീമിലെ നമ്മുടെ എല്ലാ ലീഡേഴ്സിനും ഞാൻ നന്ദി പറയുന്നു. താങ്ക് യു സോ മച്ച്. ഓക്കെ, താങ്ക് യു. അപ്പൊ എന്തായാലും സമയം കുറച്ച് കഴിഞ്ഞു പോയിട്ടുള്ള കാരണം കൊണ്ട് നമ്മൾ ഇനി കൂടുതൽ തിരിപ്പിക്കുന്നില്ല. എന്തായാലും ഒരു കാര്യം വളരെ വ്യക്തമാണ്, വിജയം സുനിശ്ചിതമായിട്ട്, ഞാൻ അവിടെയാണ് പറഞ്ഞു തുടങ്ങിയത്, വിജയം സുനിശ്ചിതമായിട്ടുള്ള ഒരു ബിസിനസ് ഉണ്ടെങ്കിൽ അത് ഇതാണ്. പെർഫോം ചെയ്താൽ മാത്രമേ എവിടെയും നമുക്ക് വിജയിക്കാനായിട്ട് സാധിക്കുന്നുണ്ടാവുള്ളൂ. അപ്പൊ അതുകൊണ്ട് തന്നെ പെർഫോം ചെയ്താൽ വിജയിക്കും എന്ന് ഉറപ്പുള്ള ഒരു ബിസിനസ് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ, ഒരു ആക്ടിവിറ്റി നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ എന്തുകൊണ്ട് പ്രവർത്തിച്ചുകൂടാ? അതിനുള്ള ഉത്തമ ഉദാഹരണം, അല്ലെങ്കിൽ അതിന്റെ ഒരു തീരുമാനം എടുക്കാനായിട്ട്, നിങ്ങൾക്ക് ആ തീരുമാനം ഉറപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഈ 2 പേര് അവരുടെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്ത് വന്നത്. എന്തായാലും നിങ്ങൾ തീരുമാനം എടുക്കുക, മുന്നോട്ട് വരിക, ആക്ടിവിറ്റീസ് പ്ലാൻ ചെയ്യുക, ആക്ട് ചെയ്യുക. പെർഫോം ചെയ്യുന്ന ആൾക്കാർക്ക് മാത്രമാണ് അതിന്റെ റിസൾട്ടിലേക്ക് നമുക്ക് എത്താനായിട്ട് സാധിക്കുന്നുണ്ടായിരിക്കുക. ഈ മാസത്തെ പെർഫോമൻസ് കഴിയുമ്പോൾ എന്ത് വന്നാലും ശരി, ഞാൻ ഉദ്ദേശിച്ച ലെവലിലേക്ക് നമുക്ക് എത്താനായിട്ട് സാധിക്കണം.